കോഴിക്കോട്ട് 8 ഇടങ്ങളിൽ ഇഡിയുടെ റെയ്ഡ് നടക്കുകയാണ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ്ടും ഇഡി പരിശോധന. കോഴിക്കോടടക്കം 8 ഇടങ്ങളിൽ ഇഡി റെയ്ഡ്. വീണ ടിയും മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഇപ്പോൾ പരിശോധിക്കുന്നതെന്ന് ഇഡി പറയുന്നു. വീണയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ഡയറിയിലെ പേരുകൾ കേന്ദ്രീകരിച്ചും പരിശോധന തുടരുകയാണ്. റിയാസിന്റെ സുഹൃത്ത് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി നിഖിലിനെ ഇഡി ചോദ്യം ചെയ്യുന്നു. കോഴിക്കോട് കോസ്മോസ് ഫ്ളാറ്റിലാണ് ചോദ്യം ചെയ്യൽ. വെസ്റ്റ് ഹിൽ DYFI മേഖലാ സെക്രട്ടറി നന്ദുലാലിന്റെ വീട്ടിലും പന്തീരങ്കാവിലെ ക്യാപിറ്റൽസ് മാർബിൾസ് എന്ന സ്ഥാപനത്തിലും ഇഡി റെയ്ഡ് നടത്തുകയാണ്. ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ ഈ കമ്പനിയിൽ നേരത്തെ വീണ വർക്ക് ചെയ്തിരുന്നു എന്നതാണ് അറിയുന്നത്. ഈ കമ്പനിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ശരത് SSസും AK അഭിലാഷും ചേരുന്നു തത്സമയം. ആദ്യം AK അഭിലാഷിലേക്ക്. അഭിലാഷ, ഇപ്പോഴും ഇഡി റെയ്ഡ് തുടരുകയാണോ? നിഖിലിനെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയാണോ? ഫ്ളാറ്റിൽ നേരത്തെ നിഖിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിഖിലിനെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നുണ്ടോ? മുഹമ്മദ് റിയാസിന്റെ അടുത്ത സുഹൃത്താണോ ഈ നിഖിൽ? ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് സാമ്പത്തിക ഇടപാടാണ് നിഖിലും വീണ ടിയും തമ്മിൽ ഉണ്ടായിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? AK അഭിലാഷ്. ഡോക്ടർ അരുൺ, രാവിലെ 6 മണി മുതലാണ് ഇപ്പോൾ കോഴിക്കോട്ട് ഇത്തരത്തിൽ റെയ്ഡ് നടക്കുന്നത്. 6 ഇടങ്ങളിലായിട്ടാണ് ഇഡി സംഘം, കൊച്ചിയിൽ നിന്നെത്തിയ ഇഡി സംഘം 4ആയി പിരിഞ്ഞ് 6 ഇടത്താണ് റെയ്ഡ് നടത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാലൻകെയർ നായർ റോഡിലെ കോസ്മോസ് എന്ന് പറയുന്ന ഫ്ളാറ്റിലാണ്. ഇവിടെയാണ് ഇപ്പോൾ പരിശോധന വ്യാപകമായി നടക്കുന്നത്. ഇത് പ്രധാനമായും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ നിഖിലിനെയാണ് ഇവിടെ ചോദ്യം ചെയ്തത്. നേരത്തെ നിഖിലിനെ വിളിച്ചു വരുത്താനുള്ള നീക്കമൊക്കെ പോലീസിന്റെ ഇഡിയുടെ ഭാഗത്ത് നടന്നിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഫോൺ ട്രേസ് ചെയ്ത് ലൊക്കേഷൻ കണ്ടെത്തി കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഇവിടെ എത്തിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇവിടെ ചോദ്യം ചെയ്ത് ഏതാണ്ട് 2 മണിക്കൂറിലേറെയായി ഇപ്പോൾ നിഖിലെ ഇവിടെ എത്തിച്ചിട്ട് നിഖിൽ ആദ്യം ഇവിടേക്ക് വരാൻ തയ്യാറായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇഡി സംഘം കൃത്യമായി തന്നെ ചോദ്യം ചെയ്തു. നമുക്കറിയാം, നേരത്തെ വീണ ടിയുമായി ബന്ധപ്പെട്ട് 2 ഡയറികൾ പിടിച്ചെടുത്തിരുന്നു. ആ ഡയറിയിലെ ചില സൂചനകൾ പ്രകാരമാണ് ഇപ്പോൾ കോഴിക്കോട്ടെ 6 ഇടങ്ങളിൽ പരിശോധന നടത്തുന്നത്. ഇതിൽ പ്രധാനമായും മുഹമ്മദ് റിയാസിന്റെ ഉറ്റ സുഹൃത്തുക്കളിലേക്ക് അന്വേഷണം എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുഹമ്മദ് റിയാസും അതോടൊപ്പം തന്നെ ഇവരുമായി ബന്ധപ്പെട്ട് പല ബിനാമി ഇടപാടുകളും നടക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഫണ്ട് എങ്ങോട്ടൊക്കെ പോയി എന്നടക്കമുള്ള ഒരു കാര്യത്തിലേക്കുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 2ാം ഘട്ടത്തിലേക്ക് അന്വേഷണം കടക്കുന്നു എന്നുള്ളതാണ് സുപ്രധാനമായ കാര്യം. അതും മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് ആ രീതിയിലേക്ക് അന്വേഷണം നടക്കുന്നു എന്നുള്ളത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ കൊട്ടുള്ളിയിൽ വലിയ തരത്തിൽ അന്വേഷണം നടക്കുകയും തെരച്ചിൽ നടത്തുകയൊക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ CPM പ്രവർത്തകർ അവിടെ എത്തുകയും വലിയ തരത്തിൽ മുദ്രാവാക്യമൊക്കെ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ നിലയിലൊന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടായില്ല. CPM ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ വ്യക്തത വരുത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ സ്ഥലത്തെ പോലീസിനെ പോലും അറിയിക്കാതെയാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നതെന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. കേന്ദ്ര പോലീസിന്റെ നിരീക്ഷണത്തിലും സുരക്ഷയിൽ മാത്രമാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഏതായാലും 4.5 മണിക്കൂറോളമായി ഇപ്പോൾ പരിശോധന നടന്നു. അതോടൊപ്പം തന്നെ നിഖിലിനെ ചോദ്യം ചെയ്യുകയാണ്. ഇപ്പോൾ ഈ 6E എന്ന് പറയുന്ന ഫ്ളാറ്റിലാണ് ചോദ്യം ചെയ്യുന്നത്. മറ്റുള്ള സ്ഥലങ്ങളൊക്കെ തയ്യാറായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിഖിലിനെ വിളിച്ചു വരുത്തി കോസ്മോസിൽ വെച്ച് നിഖിലിനെ ചോദ്യം ചെയ്യുന്നു. നമുക്കപ്പം ശരത്ത് കൂടി ചേരുന്നുണ്ട്. ശരത്തുള്ളത് പന്തീരങ്കാവ് ക്യാപിറ്റൽ മാർബിൾസ് എന്ന സ്ഥാപനത്തിന്റെ അടുത്താണ്. അവിടെയും ഇഡി ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത്. ശരത്ത്, നിഖിലിന്റെയും നന്ദന്റെയും ഒക്കെ വീട്ടിൽ വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ഈ പന്തീരങ്കാവ് ക്യാപിറ്റൽ മാർബിൾസ് എന്ന സ്ഥാപനവും വീണ തേക്കിന്റെയും തമ്മിലുള്ള ബന്ധം? അരുൺകുമാർ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് കോഴിക്കോട് നഗരത്തിനോട് ചേർന്നുള്ള പന്തീരങ്കാവിലെ ക്യാപിറ്റൽ മാർബിൾസ് ആൻഡ് ഗ്രനൈറ്റ് എന്ന സ്ഥാപനത്തിലേക്കാണ് ഇന്നിപ്പോൾ ഇഡി ഉദ്യോഗസ്ഥർ പരിശോധനയുടെ ഭാഗമായി എത്തിയിരുന്നത്. നിലവിൽ ഇപ്പോൾ പരിശോധന പൂർത്തീകരിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ ഓഫീസിനകത്ത് വിവരങ്ങൾ പരിശോധിച്ചു വരികയാണ്. റെയ്ഡ് നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. 2 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. 3 വാഹനങ്ങളിലായിട്ടാണ് ഇഡി ഉദ്യോഗസ്ഥർ എത്തിയത്. എന്താണ് ഈ ക്യാപിറ്റൽ മാർബിൾസ് ആൻഡ് ഗ്രനൈറ്റ്സിന് ഈ കേസുമായി ബന്ധമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നേരത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ വീണയുടെ ഡയറി പരിശോധിച്ചതിൽ നിന്ന് മുഹമ്മദ് റിയാസിന്റെ അടുത്ത സുഹൃത്തുക്കളുടെ ഒക്കെ തന്നെ പേരുകൾ ലഭിച്ചിരുന്നു. അത്തരത്തിൽ ലഭിച്ച പേരുകൾ കേന്ദ്രീകരിച്ചാണ് ഇഡി ഉദ്യോഗസ്ഥർ ഇന്ന് കോഴിക്കോടേക്ക് എത്തിയിട്ടുള്ളതും. ആ ഡയറിയിൽ നിന്ന് ലഭിച്ച പേര് തന്നെയാണ് ക്യാപിറ്റൽ മാർബിൾസ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിന്റെ സാമ്പത്തിക ഇടപാടുകളടക്കം ഉള്ള രേഖകളാണ് ഇപ്പോൾ
ഉദ്യോഗസ്ഥർ ഇതിനകത്ത് വെച്ച് പരിശോധിക്കുന്നത്. എന്താണ് സാമ്പത്തിക സ്രോതസ്, ഇതിന്റെ വിറ്റുവരവ് എങ്ങനെയാണ്, ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാട് സ്ഥാപനം നടത്തുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഇതിന്റെ പ്രധാനപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ തന്നെ ചോദിച്ചറിഞ്ഞു വരുന്നു. എന്തായാലും ഉദ്യോഗസ്ഥരടക്കം ഈ സ്ഥാപനത്തിന്റെ ഉടമകളിൽ നിന്നടക്കം വിവരങ്ങൾ തേടുന്ന നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. പന്തീരങ്കാവിൽ തന്നെ മറ്റൊരിടത്തും റെയ്ഡിന് സാധ്യത പറയുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലേക്കർ ഇന്ത്യ എന്ന സ്ഥാപനത്തിൽ നേരത്തെ വീണ പാർട്ണറായിരുന്നു എന്ന് പറയുന്നു. അപ്പം ആ രീതിയിൽ അതുമായി ബന്ധപ്പെട്ട കെട്ടിട നമ്പർ പരിശോധിച്ചതിൽ നിന്ന് ലേക്കർ ഇന്ത്യ എന്ന സ്ഥാപനം വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ 8 ഇടങ്ങളിലാണ് തത്സമയം പരിശോധന ED നടത്തുന്നത്.